അനുവിൻ്റെ വിവാഹ പുടവ കൊടുക്കൽ ചടങ്ങാണ് ഇന്ന് ദേവമംഗലത്ത് നടക്കാൻ പോകുന്നത്. കൂടുതൽ സീരിയൽ വിശേഷങ്ങളും പ്രമോ ഡീറ്റെയിൽസും ലൈവ് അപ്ഡേറ്റ്സും അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ വരനെയും വധുവിനെയും സ്റ്റേജിൽ കൊടുന്നിരുത്തി അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ദേവിയുടെ വളരെ സങ്കടമുള്ള ഒരു മുഖമാണ്. കാരണം ദേവിക്ക് അറിയാം ഈ വിവാഹശേഷം ദേവിയെ ആനന്ദ് ദേവിയുടെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. അങ്ങനെ പുടവ കൊടുക്കൽ ചടങ്ങാണ്. അപ്പോൾ ജീവൻ്റെ സഹോദരിയും ഭർത്താവും UK-യിലായതുകൊണ്ടും അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ടും ജീവൻ്റെ അമ്മയാണ് പുടവ കൊടുക്കുക. പുടവ കൊടുത്തതിന് ശേഷം ജീവൻ്റെ അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും അനു. അപ്പോഴേക്കും അലോകിൻ്റെ മെസ്സേജസ് ഫോണിൽ വന്നു തുടങ്ങും. അതോടുകൂടി അനുവിൻ്റെ മുഖമൊക്കെ ആകെ മാറാൻ തുടങ്ങും. അപ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ അനു നിനക്കൊരു ടെൻഷനുള്ളതുപോലെ? ഇല്ല ജീവൻ, എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ല. പക്ഷെ നിൻ്റെ മുഖം കണ്ടാൽ എന്തോ ഒരു ടെൻഷനുള്ളതുപോലെ. ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നതിൻ്റെ ടെൻഷനാവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ജീവൻ അനുവിനെ കൂളാക്കാൻ ശ്രമിക്കും. പക്ഷേ അനുവിൻ്റെ മുഖം കാണുന്ന സുകന്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലോക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ അനു അലോകിനെ മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും. അപ്പോഴേക്കും സുകന്യയുടെ ഫോണിലോട്ട് അലോക് വിളിക്കും. എന്നിട്ട് പറയും, എനിക്ക് അനുവിനെ പെട്ടെന്ന് തന്നെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം മുടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറയും. അത് കേട്ടോടുകൂടി സുകന്യയ്ക്ക് ആകെ ഭയമാവാൻ തുടങ്ങും. സുകന്യ അനുവിനോട് പറയും, അലോക് വിളിക്കുന്നുണ്ട്, നീ അവനോട് സംസാരിക്കുക, അവനൊരു വട്ട് പിടിച്ച പയ്യനാണ്, നീ അവനോട് സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാകും എന്ന് പറയും. അതോടുകൂടി അനുവിനും ഉണ്ടായിരുന്ന ടെൻഷൻ കുറച്ചുകൂടി ഒന്ന് കൂടും. അങ്ങനെ അനു അലോകിനോട് സംസാരിക്കും. അപ്പോൾ അലോകിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അനു അലോകിനോട് മാപ്പ് പറയണം. അതായത് ഫോണിലൂടെ മാപ്പ് പറഞ്ഞാൽ പോരാ, നേരിട്ട് മാപ്പ് പറയണം. അപ്പോൾ ഈ വിവാഹ വീട്ടിൽ നിന്ന് നേരിട്ട് പോയി മാപ്പ് പറയൽ എളുപ്പമല്ല. അപ്പോൾ സുകന്യ പറയും, ഞാനൊരു കാര്യം ചെയ്യാം, അതിന് നിന്നെ സഹായിക്കാം, നമുക്ക് ആരും കാണാതെ അവനോട് പോയി മാപ്പ് പറഞ്ഞിട്ട് വരാം, ഇല്ലെങ്കിൽ അവൻ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കും എന്ന് പറഞ്ഞ് അവരെങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി വരുന്നുണ്ട്. ഗോമതി ചോദിക്കും, നിങ്ങളെന്താ ഈ കിടന്നിങ്ങനെ പരുങ്ങുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾ നാളെ അനുവിന് ഇടേണ്ട സാരിക്ക് മാച്ചായിട്ടുള്ള നെക്ലേസ് ആണോ എന്നൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അതൊന്നും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് നാളെ രാവിലെ നോക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, നിങ്ങളിപ്പോൾ പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ അവർ പുറത്തേക്ക് ഒരുവിധം കടക്കും. ഈ സമയം ബാലനും ഗോമതിക്കും രാത്രിയാണ്. ബാലനും ഗോമതിയും ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുകയായിരിക്കും. അങ്ങനെ അനു ഒരുവിധം റോഡിലിറങ്ങി അലോകിൻ്റെ അടുത്തെത്തും. പലതരത്തിലും പല ഭാവത്തിലും അനു മാപ്പ് പറഞ്ഞിട്ടും അലോകിന് അതൊന്നും അലോക് അംഗീകരിക്കാൻ തയ്യാറല്ല. അലോക് പറയുന്നത്, നീ ബാലൻ്റെ മകളായിട്ട് ജനിച്ചത് കാരണം നിന്നോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യാം, നീ എന്നോട് കൈകൂപ്പി മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ സമ്മതിക്കാം എന്ന് പറയും. അതോടുകൂടി അനു കൈകൂപ്പി മാപ്പ് പറയാൻ തയ്യാറാവും. പക്ഷെ അപ്പോഴേക്കും അലോകിൻ്റെ രൂപവും ഭാവവും മാറി. അലോക് അനുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് പറയും, ഞാൻ പിരിച്ച വലയിൽ നീ വീണ് കഴിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹത്തിൽ വിളിച്ചത് ഒരു ട്രാപ്പിലേക്കാണ് എന്ന് പറയും. അത് കേട്ടോടുകൂടി അനുവിന് ആകെ ടെൻഷനാവും. അനു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അലോക് പിന്നാലെ ഓടും. അനു വളരെ ശക്തിയിൽ വളരെ സ്പീഡിലുമായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അലോക് പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി അനു ഒരു വണ്ടിക്ക് മുൻപിൽ ചെന്ന് വിടുകയാണ്. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി അനുവിനോട് ചോദിക്കും, എന്താണ് പെങ്ങളെ കാര്യം? അപ്പോൾ പറയും, എന്നെ ഈ പയ്യൻ ആക്രമിക്കാൻ നോക്കുകയാണ്, നിങ്ങൾ എന്നെ രക്ഷിക്കണം. പക്ഷേ അലോകിൻ്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരി കാണാം. അതിൻ്റെ അർത്ഥം അലോക് പറഞ്ഞ് സെറ്റാക്കിയ ഗുണ്ടകളാണ് വന്നിരിക്കുന്നത് എന്നാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ എപ്പിസോഡ് വിശേഷങ്ങളും പ്രമോ ഡീറ്റെയിൽസും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.